ഹായ് കൂട്ടുകാരെ, അപ്പം ഇന്നൊരു ഡേ മൈ ലൈഫിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതൊരു നൈറ്റ് ഡേ മൈ ലൈഫിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അനിയൻ കടയിൽ പോയിട്ട് ഒരു ഡയറി മിൽക്ക് വാങ്ങിയിട്ട് അതിൻ്റെ ഒരു കുഞ്ഞ് പീസ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. നമുക്കിത് കഴിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ്, ഇതെൻ്റെ അനിയനാണേ. ഇന്ന് നമ്മളെ ജോലിയായിരുന്നു ഇതൊക്കെ നമ്മൾ നനയ്ക്കണം, നമ്മളെ ചെടി. ഇത്ര ദിവസം നമ്മൾ ഈ സ്ട്രോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ബക്കറ്റിൽ നിന്നാണ് വെള്ളം ചോദിച്ചത്. അപ്പോൾ നമുക്ക് വീട്ടിനുള്ളിൽ പോയി ബക്കറ്റ് എടുക്കാം. വീട്ടിൽ നമ്മൾ കുഞ്ഞ് ബക്കറ്റ് എടുത്തിട്ടാണ് കേട്ടോ പുറത്തിറങ്ങിയേ. ഇനി നമുക്ക് വെള്ളം അങ്ങോട്ട് നിറയ്ക്കണം. സൂര്യൻ്റെ വെളിച്ചം നോക്കിയേ. ഇനി നമുക്ക് വെള്ളം നിറയ്ക്കാം. അങ്ങനെയുള്ള ഉള്ള ചെടിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബക്കറ്റ് ഉള്ളിൽ കൊണ്ടുവെക്കണം. സ്ഥിരം ഇവിടെ ആട്ടോ വെക്കണ്ട, നമുക്കിവിടെ തന്നെ വെക്കാം. ഇനി ഒന്ന് കൈ ഇടണം, കൈ തുടയ്ക്കാമേ. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. കുറേ ദിവസമായി നമ്മൾ ആശാനെ ഒന്ന് കഴുകിയിട്ട്. അപ്പോൾ ഇന്നൊന്ന് കഴുകണം. ആദ്യം നമുക്ക് ഈ ഉണക്കിയിട്ടേക്കുന്ന ചെരുപ്പൊക്കെ നമ്മൾ അടുത്ത് കൊണ്ടുവെക്കാം. ഈ ദിവസം നമ്മൾ ചെരുപ്പൊക്കെ കഴുകി വെക്കുന്ന ദിവസമാണ് കേട്ടോ. ഇനി നമ്മളെ വണ്ടിനൊന്ന് തിരിക്കാം. ഒരുപാട് ദിവസമായി നമ്മൾ ഈ ഒരു വണ്ടി ഇരുന്നിട്ട് നമുക്കൊന്ന് ഇരിക്കണം. ഒരുപാട് ദിവസമായിട്ടോ നമ്മൾ ഈ സൈക്കിളിൽ കയറിയിട്ട്. അതുകൊണ്ട് കയറിയപ്പോൾ തന്നെ ഒരു കുളിർമ, ഒരു സുഖം നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി 2 റൗണ്ടൊന്ന് പോയിട്ട് വരാം. രണ്ട് റൗണ്ടൊക്കെ ഓടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വണ്ടി കഴുകാൻ വേണ്ടി കൊണ്ടുപോയി. ഇന്ന് മഴ പെയ്യാൻ ചെറിയൊരു സാധ്യതയുണ്ട്. നമ്മൾ കഴുകുന്നില്ല, ഒന്ന് തുടയ്ക്കുന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ തുടച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് തുടച്ചെടുക്കാം. ഇവിടെ മുഴുവൻ അഴുക്കാണേ. അപ്പം നമ്മളെ സുന്ദരനെ ഒന്ന് കുളിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ സൈഡിൽ കൊതുക്കി വെക്കാം. ആ സമയത്താണ് കൈ വിട്ട് എൻ്റെ സൈക്കിൾ അങ്ങ് താഴെ വീണത്. ഇനി നമുക്കൊന്ന് എടുത്തു വെക്കണം. കഷ്ടപ്പാടാണേ കൂട്ടുകാർ. ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ സൈക്കിളുമാണ്. അതുകൊണ്ട് എടുക്കാതെ പറ്റിയിട്ടില്ല. ഓക്കെ, നമ്മൾ അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മുറ്റം ഒന്ന് വൃത്തിയാക്കണം. അഴുകോലായിട്ടിരിക്കുന്നത്. പോയി ചൂരെടുക്കാം. അങ്ങനെ തൂത്തുവാരിയൊക്കെ കഴിഞ്ഞു. പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണേ. ആ സമയത്ത് എൻ്റെ അനിയൻ ഇവിടെ കളിക്കുകയായിരുന്നു കേട്ടോ. അവൻ്റെ ചെറിയ ചെറിയ കളി സാധനങ്ങളാണ് ഇതൊക്കെ. അവൻ്റെ ഒപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് കളിക്കാറുണ്ട് ഈ കളികൾ. അവൻ ഒരു സാധനം ഇതേപോലെ കളഞ്ഞിട്ടൊന്നുമില്ല. പണ്ടത്തെ ഒരുപാട് സാധനങ്ങൾ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അവൻ. അങ്ങനെ മുറ്റമൊക്കെ തൂത്തുവാരി കഴിഞ്ഞപ്പോൾ നല്ലൊരു ഐശ്വര്യം തോന്നുന്നുണ്ട്. പിന്നെ ബോറടിച്ചിട്ടാണെന്ന് തോന്നുന്നു കുറച്ചേരം ഇങ്ങനെ നടന്നു. പിന്നെ കൂട്ടുകാരെ, നമ്മൾ കൃഷി ചെയ്യാൻ തക്കാളി നല്ലതായിട്ട് ആവുന്നുണ്ട് കേട്ടോ. നമ്മൾ ഒരുപാട് വട്ടം ഈ തക്കാളി പഴുത്തത് പറിച്ചിട്ടുണ്ട് കേട്ടോ. നല്ലൊരു തക്കാളിയാണ്. നിങ്ങൾ ഇതുപോലത്തെ വീട്ടിൽ ഒരുപാട് കൃഷി ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു ഉപകാരമാണ് കേട്ടോ ഉണ്ടാവുന്നത്. ഞങ്ങൾ അങ്ങനെ തക്കാളിയൊന്നും പുറത്ത് വാങ്ങുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ കൃഷി ചെയ്താൽ നിങ്ങൾക്ക് സൂപ്പറായിരിക്കും. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ചെടിയാണ് കേട്ടോ ഇത്. അങ്ങനെ കാണാൻ എന്ത് രസമാണ്. ഞാനിത് ഒരുപാട് റിസോർട്ടിലും ഒരുപാട് കടേൻ്റെ മുന്നിലൊക്കെ കണ്ട ഒരു ചെടിയാണ് കേട്ടോ. അപ്പം ഞങ്ങളും അതേപോലത്തെ ഒരു ചെടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ദിവസമായി ഇതൊക്കെ വാങ്ങിയിട്ട്. അതേൻ്റെ പോലത്തെ ഒരു ചെടിയാണ് ഇതും.
പിന്നെ വീട്ടിലൊരു സാധനം വാങ്ങാണ്ടായിരുന്നു, അതിനു വേണ്ടി ഞങ്ങൾ പോവായിരുന്നു. സ്ഥലം നല്ല കാടായിട്ടോ, ശ്രദ്ധിച്ച് പോകണം എല്ലാവരും. അങ്ങനെ കടയിൽ പോയി സാധനം വാങ്ങി തിരിച്ചു വരുവാണേ. കുറ്റി കാടാണ്, ഇപ്പോൾ പാമ്പിൻ്റെ ശല്യം പറയണ്ടല്ലോ, അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് വേണം എല്ലായിടത്തും പോകാൻ കേട്ടോ. അങ്ങനെ സാധനം വാങ്ങി തിരിച്ച് വീട്ടിലേക്കെത്തി. വീട്ടിലത് വെച്ചിട്ട് ഞാൻ പുറത്തിട്ട് പിന്നെ ഇറങ്ങി. പിന്നെ ചായയും ബിസ്ക്കറ്റും കഴിച്ചിട്ടോ, അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ ഇവിടെ സൈഡിലായിട്ട് കുറച്ച് ആക്രിബിക്ക് സാധനങ്ങളുണ്ട്. അപ്പം ഞാനിതിൽ ഏതെങ്കിലും നല്ല സാധനം ഉണ്ടോ എന്ന് ഇടയ്ക്കൊക്കെ നോക്കും കേട്ടോ. നല്ല സാധനം ഉണ്ടെങ്കിൽ ഞാൻ എടുത്തോണ്ടോ, എന്നിട്ട് എന്തെങ്കിലും വർക്ക് അതിൻ്റെ സ്വഭാവം നിങ്ങൾക്കുണ്ടോ എന്ന് കമൻറ്റ് ഇടും. കുറച്ച് നേരം പുറത്തൊക്കെ നോക്കി ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവാണേ. അടുത്ത വീഡിയോയിൽ അടുത്ത റീൽസ് ഇടാൻ വേണ്ടി ഞാനൊരു ഡാൻസ് എടുത്ത് കളിക്കായിരുന്നു കേട്ടോ. അത് അടുത്ത വീഡിയോയിലേക്ക് വരണേ, അതെല്ലാം കാണാം കേട്ടോ. അതൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് സമയമൊക്കെ പോയിട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടപ്പോൾ അതിലൊരു കൊച്ച് അനുശ്രീയ എന്ന് പറഞ്ഞൊരു കുട്ടി എൻ്റെ അടുത്ത് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനുശ്രീ കുട്ടി ഹായ്. നിങ്ങളിതോട്ട് കമൻസൊക്കെ ഇട്ടു കേട്ടോ. ഞാൻ എന്തായാലും ഞാൻ വീഡിയോയിൽ പറഞ്ഞിരിക്കും. ഏകദേശം സന്ധ്യ ആവാനായി. പിന്നെ ഞാൻ വീട്ടിലേക്ക് കയറി. തിരിച്ച് വീട്ടിലേക്ക് കയറി ഞാൻ നല്ലൊരു സിനിമ കണ്ടു കേട്ടോ. അത് ഒരുപാട് മണിക്കൂർ, അങ്ങനെ കുറേ നേരം സിനിമ കണ്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. ഒരുപാട് നേരമായി. അങ്ങനെ ഒരുപാട് നേരം കണ്ട് കണ്ണ് നേരത്തെ തുടങ്ങി. പിന്നെ നല്ലൊരു ഉറക്കം പാസ്സാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കൊരു ക്ലാസ്സും ഉണ്ട്. അപ്പോൾ ആ ക്ലാസ്സും കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സമയമാവും. അപ്പോൾ നമ്മൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ്സ് ചെയ്ത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് ബൈ ബൈ. അപ്പോൾ എന്നാൽ ശരി.